ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്തുള്ള തൂവൽ വെള്ളച്ചാട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ടോപ്പ് വന്ന് വെച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്, മിക്കവരും തന്നെ. എന്നിരുന്നാൽ തന്നെ നമ്മളിന്ന് ഇതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൂടെ പല സ്ഥലങ്ങളിൽ പോകുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴ്വാരത്ത് വന്നിരിക്കുകയാണ്. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണത്. അപ്പോൾ ഇവിടെ വരുമ്പോഴെല്ലാവരും ശ്രദ്ധിക്കണം വളരെയധികം. കാരണം ഈ ഒരു പാറയിലൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ വഴിക്ക് നമ്മൾ താഴത്തേക്ക് പോരുകയാണ് ചെയ്യുന്നത്. ഈ തൊട്ടടുത്ത് തന്നെ 2-3 ആഴ്ച മുമ്പ് തന്നെ ഇവിടെ ഒരു ആക്സിഡൻ്റൊക്കെ നടന്നതാണ്. പക്ഷേ അത് തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു, അതൊക്കെ വാർത്തയായതാണ്. അപ്പോൾ ഈ ഒരു ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സേഫ്റ്റി കൂടെ നോക്കുക. അപ്പോൾ ഇതിങ്ങോട്ട് വരേണ്ടത് നെടുങ്കണ്ടത്തിന് ഏകദേശം പച്ചടി റൂട്ടിൽ വന്ന് നമുക്ക് 13 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അടിഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. വെള്ളം നല്ല കുത്തി വലിച്ചാണ് വരുന്നത്. നമ്മുടെ ഒരു സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ ഇതേ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ വെളുത്ത ഭാഗം കണ്ടോ മുകളിൽ. അപ്പോൾ അവിടെ ഏറ്റവും ടോപ്പിൽ നിന്നും അവിടെ ആളുകളൊക്കെ നിൽപ്പുണ്ട്. അവിടുന്ന് വെള്ളം ആ ഒരു കുത്തിലൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നും താഴെ നിന്നുള്ള വ്യൂ നമ്മൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഏറ്റവും താഴെ കണ്ടോ നന്നായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു അപകടവും വരുന്നില്ല. അത്ര നല്ല സ്ഥലങ്ങളാണ് ഇത്. കണ്ടോ ഇവിടെ ഒന്നും അപകടം നിറഞ്ഞതല്ല, പക്ഷെ നമ്മളായിട്ട് അപകടം വിളിച്ചു വരുന്നതാണ്. അതെല്ലാം ഒരു ആൽമരം നല്ല രസം നോക്കി എൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടോ. അപ്പോൾ ഞാനും 2 സുഹൃത്തുക്കളും കൂടെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സുഹൃത്ത് കിരൺ ചേട്ടനാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ. അവരെല്ലാം ഇവിടെ ഉണ്ട്, 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് ബിബിനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ അടുത്തേക്ക് പോയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നമ്മൾ മുമ്പോട്ട് നിന്ന് കാണാം. അപ്പോൾ ഈ ഒരു കാടിനുള്ളിലൂടെ നല്ല രസം കേട്ടോ പോകാനൊക്കെ. എന്താ രസം. എനിക്ക് തോന്നുന്നതേ ഈ പച്ചപ്പൊക്കെ നല്ല പൂക്കളൊക്കെ കണ്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടൊക്കെ നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം ചാടുന്നതിൻ്റെ ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭീകരത ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ആനന്ദമാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ മഴയൊന്ന് ചാറുന്നുണ്ട്. അതിൻ്റേതൊരു മഴ പെയ്യുമെന്നറിയില്ല, എന്നാലും ഉണ്ട്. നോക്കിയേ അടിപൊളി വ്യൂ കേട്ടോ. അത് എന്നാ ഭംഗിയാ നോക്കിയേ, പൊളി സാധനം. ഇതൊക്കെ ഇവിടെ പായലാണ്. അതുകൊണ്ടോ ഇതിങ്ങനെയൊക്കെ നോക്ക്, ഇതിലൊക്കെ ചവിട്ടുമ്പോഴാണ് തെന്നി അകത്തോട്ട് തലയാണ് ശരിക്കും ഇടിക്കുന്നത്. എന്നിട്ടാണ് നമ്മുടെ ബോധം പോവുകയും ചെയ്യും. ഈ തൂവൽ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് കണ്ണാലെ കാണാം. അതാ ഒരു വെളുത്ത ഭാഗം കണ്ടോ, അതാ ഒരു വലിയൊരു കുത്ത്. രസോ. ഇവിടെ ഒന്നും അധികം ആരും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള നല്ല പ്ലേസുകളൊക്കെ നമുക്ക് വളരെ നല്ല സന്തോഷം തരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ഭാഗം കൂടി നമ്മൾ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൂടി ഒന്ന് പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പാറക്കൂട്ടങ്ങളും നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ നിറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇടുക്കിയിലിപ്പോൾ മഴ കുറവായതുകൊണ്ട് തന്നെ കുറവ് വെള്ളമുള്ളൂ. അപ്പോൾ നമ്മുടെ ശരിക്കും വഴി അട്ടയൊക്കെ ഉണ്ടെന്നുള്ളൊരു പേടിയായിരുന്നു. ഒരു അട്ട പോലും ഇല്ല, നല്ല സേഫാണ്. നമ്മൾ കയറി കുറച്ച് മുകളിലോട്ട് വന്നപ്പോൾ താഴത്തേക്കുള്ള വ്യൂ. അപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു കാഴ്ചകളും ഒക്കെ. കാപ്പി മഴ, നമ്മുടെ കോഫി. ഒരു ചെറിയൊരു ട്രെക്കിങ് പോകുന്നൊരു ഫീലാട്ടോ. അപ്പോൾ നമ്മളെ നെടുങ്കണ്ടത്തുനിന്ന് നേരെ പച്ചടി റൂട്ടിങ് പോരുവാണ് ലേക്ക്. അപ്പോൾ ഇവിടുത്തെ കിരൺ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി പോകുന്നതാണ്. എന്താ ഭംഗി, ബ്യൂട്ടിഫുൾ കാഴ്ച.
ഇതൊക്കെ കൊന്നമരമാണ്, കൊന്നമരം. ഒക്കെ വിഷു സമയങ്ങളിലൊക്കെ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനല്ലേ. ഇതാണ് ആ ഒരു തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് വരുന്നത്. എന്തായാലും ഒന്ന് അതെ എത്തിക്കഴിഞ്ഞു. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫുൾ വ്യൂവിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഇവിടുന്ന് തെന്നി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണാം. കണ്ടോ, ഇതേ ആ പാലത്ത് മുകളിൽ നിന്നൊക്കെ കാണാം ഒരു പാലം. ആ പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ, താഴത്തേക്കിട്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നോർമലി എല്ലാവരും വന്നത്. ഇതിപ്പോൾ അതിൻ്റെ താഴ്ഭാഗമാണ്. ഇവിടുന്നൊക്കെ സ്ലിപ്പായ അതേ വലിയൊരു കുഴിയാണ്. ഏറെ ശ്രമകരമാണ് ഇതിലെ കയറിപ്പോക്ക്. നല്ല വഴുക്കലൊക്കെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം കയറാൻ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുന്ന വഴി എന്തായാലും നമ്മൾ പറയുന്നില്ല. മുകളിൽ വന്ന് നിങ്ങൾ കാണുക. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് ചാടുന്ന ആ ഒരു സീനൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അതുകൊണ്ടോ നല്ല പായല, ചവിട്ടുമ്പങ്ങ് തെന്നിപ്പോയാൽ പോയി. ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചവിട്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കുഴിപ്പിൽ നിന്ന് നമ്മളിത് ഈ പുല്ലുമേടയിൽ നല്ല തെന്നിച്ചാണ് ഇതിൽ നമ്മൾ വലിഞ്ഞു കയറി നമ്മൾ ആ ഒരു മനോഹര കാഴ്ച കാണാൻ ഇവിടെ എത്തി. എന്നാലും നല്ല രസമാണ്, ഇത് മറക്കാൻ പറ്റില്ല. നല്ല അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ച. നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കയറി പോകുന്നത്. കേട്ടോ, ഇവിടെ പിള്ളേർ സെറ്റൊക്കെയാണെന്ന് തോന്നുന്നു. അതോ ഇനി ഇവിടുത്തെ നാട്ടുകാരാണോ വരുന്നത് അറിയത്തില്ല. ഇവിടെ വന്നിട്ടുണ്ട്, വഴി വേണം. ഇതാണ് ആ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി. ആ കുത്തിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലം. ഈ കാഴ്ചയൊക്കെ എത്ര മനോഹരമാണ് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്ത് നടക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ അപകടം നിറഞ്ഞ രീതിയിലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇത്രയും കാണാൻ സാധിച്ചു ഇവിടെ വന്ന്. ഇനിയും മുകളിലോട്ടൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങാവുന്നതാണ്, പക്ഷേ നമ്മളൊരു പരീക്ഷണത്തിനില്ല. ഈ അകലെ നിന്നുള്ള ഈ ഒരു കാഴ്ചയേ ഉള്ളൂ. വെറുതെ അപകടം വിളിച്ചു വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം നല്ല പായലാണ്. ഇവിടെയൊക്കെ ഇറങ്ങിയാൽ കുളിക്കാം, ചാടാം. ഇപ്പോൾ ഒന്നും പറ്റത്തില്ല, നല്ല തണുത്ത വെള്ളവുമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ മരിച്ചു പോകും. അവിടെ നിന്ന് തെന്നിപ്പോന്നാൽ തീർന്നു. ഇത്ര വലിയൊരു ചെങ്കത്തായൊരു കുത്താണിത്. അപ്പോൾ ഈ ഒരു മനോഹര കാഴ്ചകൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.